രാജു പി നായർ, ഇവിടെ പാർട്ടി അതിന്റെ പ്രോഗ്രാം ലിസ്റ്റിൽ ഒരു മുൻഗണനാ പട്ടിക ഉണ്ടാക്കി പ്രയോറിറ്റി നിശ്ചയിക്കുമെന്ന് ഇന്നും പറയുന്നുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എന്ന് പറഞ്ഞാൽ അതിനെ രാഷ്ട്രീയമായി ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇവിടെ ജനം 1600 രൂപയുടെ ക്ഷേമ പെൻഷൻ കിട്ടാനില്ലാത്ത സങ്കടപ്പെട്ടിരിക്കുമ്പോൾ, വേദനിച്ചിരിക്കുമ്പോൾ നവകേരള യാത്രയല്ല നടത്തേണ്ടത്, കേരളീയമല്ല നടത്തേണ്ടത് എന്നുകൂടിയാണല്ലോ എം വി ഗോവിന്ദൻ പറയുന്നത്. ഇവിടെ എന്താണ് തിരുത്തേണ്ടത്? വ്യക്തികളാണെങ്കിലും പാർട്ടിയാണെങ്കിലും തിരുത്താൻ ഒരു മടി ഉണ്ടാവില്ല എന്ന് പറയുന്നു. ക്ഷേമ പെൻഷൻ അടക്കം കിട്ടാൻ വൈകിയത് തിരിച്ചടിയായെന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ സംസ്ഥാന സമിതി യോഗത്തിൽ ഇതിനേക്കാൾ കൂടുതൽ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. അത് പുറത്തെന്തായാലും അതേ തോതിൽ പറയില്ലല്ലോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി. ഏറ്റവും പ്രധാനം എന്താണ്? ജനത്തിന്റെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്നത് തന്നെ മുന്നോട്ടുള്ള വഴിയായി, അല്ലെങ്കിൽ ക്രിയേറ്റീവായി CPM മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയായി കരുതിക്കൂടെ ശ്രീ രാജു പി നായർ? അങ്ങനെ കരുതിയാൽ നല്ലത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, CPM കേരളത്തിൽ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. കാരണം ഇവരൊരു ഇന്നെവിറ്റബിൾ ഇവിളാണ്. ഇവർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു UDF LDF ദ്വന്ദ്വത്തിൽ BJP അകറ്റി നിർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് ഇവർ വർഗീയതയ്ക്കെതിരെ ഇവർ നിൽക്കുന്നുണ്ടല്ലോ. നോക്കൂ ഹവിഷ്മി, കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ന് ശ്രീ ഗോവിന്ദൻ അക്ഷരം പ്രതി അംഗീകരിക്കുകയാണ്. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഇന്ന് ഇന്ത്യയിൽ CPM പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. LDF എന്ന് പറയുന്ന, അല്ലെങ്കിൽ CPM, ഞാൻ ഇടതുപക്ഷം എന്ന് പറയില്ല, കാരണം ഇടതുപക്ഷം അല്ല ഇവർ തീവ്ര വലതുപക്ഷമാണ്. അതുകൊണ്ട് CPM പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞത്, കേരളത്തിലെങ്കിലും. ഇന്ന് ശ്രീ ഗോവിന്ദൻ പറയുകയാണ് ഇന്ത്യയിൽ BJP മാറ്റി നിർത്തണമെന്നുള്ളൊരു പോരാട്ടത്തിൽ നടക്കുമ്പോൾ ആ പോരാട്ടത്തിൽ ജനങ്ങൾ കോൺഗ്രസ് ആണ് ജയിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്? അപ്പോൾ ഇവരെന്താ പറഞ്ഞത്? ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞു. ഇടതുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യ നിലനിന്നു. ആ ഇടത് സാമ്പത്തിക നീതിയുടെയും സാമൂഹിക നീതിയുടെയും പ്രശ്നം മുന്നോട്ട് വെച്ചുകൊണ്ട് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം നടത്തിയ കോൺഗ്രസ് ആണ് ഇടതുപക്ഷം. ആ ഇടത് നിലനിൽപ്പുണ്ട്. പക്ഷേ CPM ഇല്ലാതെയായി പോയിരിക്കുന്നു. അതിൻ്റെ മെസ്സേജ് വളരെ ക്ലിയർ ആണല്ലോ അല്ലേ ഹാഷ്മി? ഇടത് ഇന്ത്യയിൽ നിലനിൽക്കുന്നു. എന്താ? ക്ഷേമ രാഷ്ട്രീയത്തിൻ്റെ, ജനങ്ങളുടെ പ്രശ്നം പറയുന്ന വർഗീയ വിരുദ്ധ രാഷ്ട്രീയം കോൺഗ്രസ് ഇന്ത്യയിൽ ശക്തിപ്പെട്ടു. 99 കഴിഞ്ഞ് 102 സീറ്റിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു. പക്ഷെ ഞങ്ങൾ ഇടതാണ് എന്ന് പറഞ്ഞ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറഞ്ഞ CPM ഇന്ന് ഒരു സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. ഒരു കാര്യം ഒന്ന് ആഷ്മി ഇതിനിടയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു സീറ്റ് 2 സീറ്റായിരുന്നെങ്കിൽ ഇന്ന് എം വി ഗോവിന്ദൻ മാഷ് ഇതായിരിക്കില്ല പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചാനൽ പറഞ്ഞല്ലോ, ഞങ്ങൾ 2 ജയിച്ചാൽ ഞങ്ങൾ ഇരട്ടിയാക്കി എന്നുള്ളതാണെന്നുള്ളൂ. അങ്ങനത്തെ വരട്ടുവാദം പറഞ്ഞ് പിടിച്ചു നിൽക്കാമായിരുന്നു. അതിനിപ്പോ ഒരെണ്ണേ ആയിട്ടുള്ളൂ എന്നാണ് ഇതിനകത്തുള്ളത്. ഇല്ല, ഇന്നിപ്പോ ഒരു വരട്ടുവാദം പറയുന്നില്ല. ഇന്നിപ്പോ സാധാരണഗതിയിൽ ഗോവിന്ദ മാഷ് ഉപയോഗിക്കുന്ന പാർട്ടി ജാർഗൺസോ തത്വചിന്താപരമായ വാചക ശകലങ്ങളോ ഒന്നുമില്ല. ഇന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ജനത്തിന്റെ മനോഭാവം മനസ്സിലാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു എന്ന് പറയുകയാണ്. പോട്ടെ, രാജു പി നായർ, നേരത്തെ എം വി ഗോവിന്ദൻ ആ വാർത്താ സമ്മേളനത്തിന്റെ ഏതാണ്ട് തുടക്കത്തിൽ തന്നെ, എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ ദേശീയ രാഷ്ട്രീയത്തെ നോക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ CPM പരിമിതി പറയുന്നു. എന്ന് പറഞ്ഞാൽ ദേശീയ രാഷ്ട്രീയത്തിൽ അവിടെ കോൺഗ്രസ് ആണ്, ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ നിൽക്കുന്ന കോൺഗ്രസ് ആണ്, അതുകൊണ്ട് അതിന് ഒരു പ്രാധാന്യം കിട്ടും, അതിനോട് ഇവിടെ ഏറ്റുമുട്ടുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന പരിമിതിയെക്കുറിച്ച് അദ്ദേഹം തുറന്നു പറയണം. അത് ആദ്യമായി തുറന്നു പറയുകയാണ്. രണ്ടാമത് പറയുന്നത് കോൺഗ്രസിന് കിട്ടുന്ന വലിയ വിജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള മതരാഷ്ട്രവാദികളുമായും തീവ്രവാദികളുമായും നിങ്ങളൊരു മുന്നണി പോലെ ചേർന്ന് പ്രവർത്തിച്ച് വലിയ ഭൂരിപക്ഷം നിങ്ങൾ ഉണ്ടാക്കി, അതിൻ്റെ പ്രത്യാഘാതം ദൂരവ്യാപക പ്രത്യാഘാതമായിരിക്കും എന്നതിനുകൂടി മറുപടി രാജു പി നായർ. അതാണ് ഞാൻ വരാൻ പോയതാണ്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ഞാൻ വരാൻ പോയതാണ്. നോക്കൂ, എന്തിനാണ് CPM BJP കേരളത്തിൽ ഇനി 2 പാർട്ടിയായിട്ട് നിലനിൽക്കുന്നത്? ഇനി ഇവർക്ക് ഒന്നായിക്കൂടെ? ഇന്ന് BJP ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ജയത്തെ കുറച്ചു കാണിക്കാൻ ശ്രമിക്കുകയാണ്. SDPIയും ജമാഅത്തെ ഇസ്ലാമിയും പോലെയുള്ള മതരാഷ്ട്രവാദം ഉയർത്തുന്ന സംഘടനകളുടെ പിന്തുണയോടുകൂടി. ഇതല്ലേ BJP പറയുന്നത്? ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മതേതരവാദികൾ ഈ രാജ്യത്ത് ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തെ തുടച്ചു നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് നിന്നപ്പോൾ, അത് ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് നിന്ന് കോൺഗ്രസിനെ വിജയിച്ചപ്പോൾ ഗോവിന്ദൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞ BJPയെ ചെറുക്കാൻ കോൺഗ്രസ് ജയിക്കണമെന്നുള്ള ഒറ്റ വികാരത്തിൽ നിന്നപ്പോൾ അതിനെ BJPയുടെ വാക്ക് കടമെടുത്ത് കോൺഗ്രസിനെ ആക്രമിക്കാൻ വരികയാണ്. ഇതല്ലേ ഇവരുടെ അവസ്ഥ? ഞാൻ ചോദിക്കട്ടെ, SDPI ഒരു സംഘടന എന്ന രീതിയിൽ പിന്തുണ നൽകിയപ്പോൾ കോൺഗ്രസ് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണ്ട, ഞങ്ങൾക്ക് ഒരു വർഗീയവാദിയുടെയും പിന്തുണ വേണ്ട എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ പാർട്ടിയല്ലേ.
ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൾപ്പെടെയുള്ള പിന്തുണ ഇവരെപ്പോഴേ ഇവർ ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടുള്ളല്ലേ? ഇന്ന് ഗോവിന്ദൻ എഴുതു പറയുന്നു, ഗോവിന്ദൻ ആർജവും ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയനും അബ്ദുൽ നാസർ മദനിയുമായിട്ട് ഒരേ വേദിയിട്ട് പങ്കിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിനെ തള്ളി പറഞ്ഞിട്ട് പറയണമായിരുന്നു. അത് പറയാൻ തയ്യാറായില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വർഗീയ പരാമർശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനെ ആക്രമിച്ചവരാണ്. വടകരയിൽ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ജയിക്കാൻ നോക്കിയവരാണ് ഇവർ, ഇല്ലേ? എന്നിട്ട് ഇന്ന് കോൺഗ്രസിനെതിരെ വർഗീയത പറയുക. എന്താ ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ഈ കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം എന്നുള്ള ഒറ്റ ഗോവിന്ദൻ പറഞ്ഞ ആദ്യത്തെ പോയിന്റാണ്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിനപ്പുറം ഞങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല എന്ന് കേരളത്തിൽ പറഞ്ഞതാണ് ഗോവിന്ദന്റെ പാർട്ടി CPM. ആ പാർട്ടി പറഞ്ഞതുകൊണ്ടാണ് ഇന്ന് CPM-ന് BJP എതിർക്കാൻ കഴിയാതെ പോയത്.